നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. തിരുവാതിരകളിയിലും വഞ്ചിപ്പാട്ടിലും ചവിട്ടുനാടകത്തിലും നിറഞ്ഞ പങ്കാളിത്തം. കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. പാമ്പാടിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള ഹോട്ടലിൽ തീപിടുത്തം. പ്രദേശത്ത് നിരവധി കടകളും വീടുകളും. സമയോചിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി. ശബരിമല തീർത്ഥാടകരെ വരവേൽക്കാൻ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി. വിശ്വമോഹനം തീർത്ഥാടന കാലത്തിന് തുടക്കം. നാടാകെ ചാച്ചാജിയുടെ ഓർമ്മയിൽ വർണ്ണാഭമായി ശിശുദിന റാലി. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. തിരുവാതിരക്കളിയും വഞ്ചിപ്പാട്ടും ചവിട്ടുനാടകവുമൊക്കെ കാഴ്ചക്കാരുടെ മനസ്സിൽ ആഹ്ലാദമുയർത്തി. കലാമാമാങ്കത്തിന് തിരശ്ശീല വീണു. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. തരംഗം 2025 എന്ന പേരിൽ ചിറക്കടവ് സെന്റ് ഇഫ്രംസ് ഹൈസ്കൂൾ പ്രധാന വേദിയായി നടന്ന കലോത്സവത്തിൽ കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിലെ 115 വിദ്യാലയങ്ങളിലെ 5000-ലധികം വിദ്യാർത്ഥികൾ പങ്കുചേർന്നു. സമാപന ദിവസമായ ഇന്ന് രാവിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി അരങ്ങേറി. തിരുവാതിരപ്പാട്ടിന്റെ താളത്തിനൊത്ത് മങ്കമാർ ചുവടുവെച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ വഞ്ചിപ്പാട്ടും ആസ്വാദകരെ രാമപുരത്ത് വാര്യരുടെ ഓർമ്മകളിലേക്ക് എത്തിച്ചു. ചിറക്കടവ് NSS ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ ചവിട്ടുനാടകം ശ്രദ്ധ നേടി. കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. സൽകഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങളുമാണ് ചവിട്ടുനാടകത്തിൽ. വാദ്യോപകരണങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മദ്ദളത്തിൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. 156 പോയിന്റുകളാണ് സ്കൂൾ നേടിയത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ചിറക്കടവ് സെന്റ് ഇഫ്രംസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം പ്രധാന വേദിയായി നടന്നുവന്ന കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂളാണ് ജേതാക്കൾ. 156 പോയിന്റാണ് AKJM സ്കൂൾ നേടിയത്. 140 പോയിന്റുമായി എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതെത്തി. 134 പോയിന്റോടെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സ്ഥാനത്ത്. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്
79 പോയിന്റുമായി 5-ാം സ്ഥാനമാണ് ലഭിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ 188 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തി. AKJM സ്കൂൾ കാഞ്ഞിരപ്പള്ളിയാണ് 2-ാം സ്ഥാനത്ത്. അവർ 176 പോയിന്റാണ് കരസ്ഥമാക്കിയത്. ആതിഥേയരായ സെന്റ് ഇഫ്രംസ് ഹൈസ്കൂൾ 158 പോയിന്റുമായി 3-ാം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂൾ 79 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തി. ചിറക്കടവ് സെന്റ് ഇഫ്രംസ് UP സ്കൂളിനാണ് 2-ാം സ്ഥാനം. LP വിഭാഗത്തിൽ 63 പോയിന്റുകളുമായി പാലമ്പ്ര അസംഷൻ സ്കൂളും കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളും 1-ാം സ്ഥാനം പങ്കിട്ടു. 61 പോയിന്റുകളോടെ ചിറക്കടവ് സെന്റ് ഇഫ്രംസ് LP സ്കൂളാണ് 2-ാം സ്ഥാനത്ത്. 59 പോയിന്റുകളുമായി എരുമേലി സെന്റ് തോമസ് LP സ്കൂളും മുണ്ടക്കയം സെന്റ് ജോസഫ് LP സ്കൂളും 4-ാം സ്ഥാനത്തെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി വന്ന പണിയ നൃത്തം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. 2024 മുതലാണ് സ്കൂൾ കലോത്സവത്തിലെ ഒരു മത്സര ഇനമായി പണിയ നൃത്തം ഉൾപ്പെടുത്തിയത്. ചിറക്കടവിൽ നടന്ന കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒരു മത്സര ഇനമായി അവതരിപ്പിക്കപ്പെട്ട പണിയ നൃത്തം കാഴ്ചക്കാരെ കൗതുകത്തിലാക്കി. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് പണിയ നൃത്തം അഥവാ കമ്പളക്കളി. വയൽപ്പണി സമയത്ത് അവതരിപ്പിച്ചിരുന്ന നൃത്തരൂപമാണിത്. ഞാറ് പറിക്കുമ്പോഴും നടുമ്പോഴും പുരുഷന്മാർ കൊട്ടുന്ന തുടിയുടെ താളത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നു. കുഴൽ അഥവാ ചീനിയുടെയും ശബ്ദം തുടിയോടൊപ്പമുണ്ടാകും. സ്ത്രീകളെ കൂടുതൽ ജോലി ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് പണിയ നൃത്തം അവതരിപ്പിച്ചിരുന്നത്. വേഷത്തിലും ഈ കലാരൂപത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. നീളം കൂടിയ ചേല ശരീരത്തിൽ ചുറ്റി 2 അറ്റങ്ങൾ മുന്നിലൂടെയും പിന്നിലൂടെയും എടുത്ത് വലതുവശത്ത് നെഞ്ചിനു മുകളിൽ കെട്ടിയ വേഷത്തോടൊപ്പം അരയിൽ കറുപ്പ് അല്ലെങ്കിൽ ചുവന്ന നിറത്തിലെ അരാട്ടിയും ധരിക്കും. വാട്ടിച്ചുരുട്ടിയെടുത്ത ഓല, കുന്നിക്കുരു കൊണ്ട് ഉണ്ടാക്കിയ ചൂതുമണി, മുരുളെ എന്നിവ കാതിലണിയും. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് പണിയ നൃത്തം ഒരു മത്സര ഇനമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള ഹോട്ടലിൽ വൻ തീപിടുത്തം. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. പാമ്പാടി വട്ടമലപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയം പമ്പിന് സമീപത്തെ ഹോട്ടലിൽ തീപിടുത്തം. ദേശീയപാത 183 തിരക്കേറിയ റോഡരികിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. ഹോട്ടലിന്റെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. തീയും പുകയും ഉയരുന്നത് കണ്ട ഉടൻ തന്നെ ഹോട്ടലിലെയും പമ്പിലെയും ജീവനക്കാർ ചേർന്ന് അടുക്കളയ്ക്കുള്ളിലെ പാചകവാതക സിലിണ്ടറുകൾ പുറത്തേക്ക് മാറ്റി. പിന്നാലെ പാമ്പാടി ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായ ഭാഗത്ത് തന്നെ നിരവധി വീടുകളും ഒപ്പം കടകളും ഉണ്ട്. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ശബരിമല തീർത്ഥാടകർക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇടത്താവളം. വിശ്വമോഹനം തീർത്ഥാടന പരിപാടിക്ക് രാവിലെ തുടക്കമായി. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. വിശ്വമോഹനം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയെന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം. തത്വമസി അന്നദാന പദ്ധതിയുടെ ഉദ്ഘാടനം പാലാ DYSP K. സത്യൻ നിർവഹിച്ചു. തീർത്ഥാടന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് K. രാമകൃഷ്ണൻ നിർവഹിച്ചു. ഈ 2 മാസം വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിലെത്തുകയും 18-ാം പടി ചവിട്ടി തത്വമസി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ മുന്നിലെത്തുകയും
നെയ്യഭിഷേകം മുതലായ വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറ്റിക്കൊണ്ട് നല്ല മനുഷ്യനായി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സമയമാണിത്. സ്വാമി പിതസംഗീതാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മാനസ് പി നായർ, സെക്രട്ടറി എൻ ഗോപകുമാർ, KR ബാബു എന്നിവരും പങ്കെടുത്തു. ദീർഘദൂര യാത്രികരായ അയ്യപ്പഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുന്നുണ്ട്. അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ 9:30 മുതലും വൈകുന്നേരം 7 മണി മുതലും അന്നദാനം നൽകാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണിയും അപ്പവും ലഭ്യമാക്കുന്നതിന് 24 മണിക്കൂറും കൗണ്ടർ പ്രവർത്തിക്കും. തീർത്ഥാടകർക്കായി ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡിസ്പെൻസറുകളും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം ശ്രേയസ് പബ്ലിക് സ്കൂളിൽ നവീകരിച്ച പ്രീ KGയും പ്ലേ ഏരിയയും ഉദ്ഘാടനം ചെയ്തു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ലക്ഷ്യ കിരൺ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർമാരായ രവീന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് MS മോഹൻ, സെക്രട്ടറി വിജയകുമാർ, പ്രിൻസിപ്പൽ രതീഷ് D തുടങ്ങിയവർ പങ്കെടുത്തു. മണർകാട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെ മെമ്പറിന് നാട്ടുകാരുടെ യാത്രയയപ്പ്. കണ്ണിമല ഭാഗംകാരുടെ രജിത മെമ്പർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സമീപത്തെ അംഗനവാടിയിലെ കുരുന്നുകളുടെ ശിശുദിന റാലിയും പരിപാടിക്ക് മാറ്റുകൂട്ടി. മണർകാട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെ മെമ്പർക്ക് ഹൃദയത്തിൽ തൊട്ട യാത്രയയപ്പുമായി നാട്ടുകാർ. കണ്ണിമലം ഭാഗക്കാരുടെ മുത്തു മെമ്പർ എന്നറിയപ്പെടുന്ന രജിത അനീഷിനാണ് പ്രദേശവാസികളും ഹണി കുടുംബശ്രീയും അംഗനവാടിയും ചേർന്ന് യാത്രയയപ്പ് നൽകിയത്. സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിക്ക് രജിത അനീഷിന്റെ പരിശ്രമത്തിലൂടെയാണ് സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം പണിതത്. ദിനേശ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം റിട്ടയർഡ് SI KA മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ 13-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് ഈ വാർഡിന്റെയും നാടിന്റെയും ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി സാധിച്ച ശ്രീ രജിത മാഡത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഏതാണ്ട് മധ്യസ്ഥൻ പറഞ്ഞത് 25 വർഷക്കാലമായിട്ട് ഈ സ്ഥലം ഇവിടെ കിടന്നിട്ട് ഒരുപാട് കോൺട്രാക്ടർമാരെയൊക്കെ കണ്ടപ്പോഴൊക്കെ സാധനം ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫണ്ട് തികയുന്നില്ല എന്നും പറഞ്ഞ് കെട്ടുകയും നമ്മുടെ ജയിതമാണ് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഭക്ഷണം പ്രയത്നിച്ച് പഞ്ചായത്തില് അതിനെ പ്രസിദ്ധീകരിക്കുക, ഒരു കെട്ടിടം പൂർത്തിയാക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ഓർക്കാനായിട്ട് പറ്റുന്നത്. അംഗനവാടി ജീവനക്കാരായ സൂസൻ രമണി, ഹണി കുടുംബശ്രീ പ്രസിഡന്റ് വത്സമ്മ, ഷിബു ചാമക്കാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. രജിത അനീഷ് നന്ദിയും രേഖപ്പെടുത്തി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളുടെ ശിശുദിന റാലിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല സെന്റ് മേരീസ് LP സ്കൂളിൽ വർണ്ണാഭമായ ശിശുദിന റാലി നടന്നു. കൊച്ചു ചാച്ചാജിമാർ റാലിക്ക് കൊഴുപ്പേകി. ശിശുദിനത്തോടനുബന്ധിച്ച് പാല സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി. 100 കണക്കിന് കൊച്ചു ചാച്ചാജിമാർ അണിനിരുന്ന റാലി കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായിരുന്നു. കൊച്ചു ചാച്ചാജിമാർക്ക് പുറമെ സൈനികർ, ഭാരതാംബമാർ, മണവാട്ടിമാർ, വിശുദ്ധർ അങ്ങനെ വിവിധ വേഷങ്ങൾ അണിഞ്ഞെത്തിയ കുട്ടികൾ കൗതുക കാഴ്ചയായി മാറി. രാവിലെ സ്കൂൾ മുറ്റത്തു നിന്നും ആരംഭിച്ച റാലി MLA മാനസി കാപ്പൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജോഷിവ ജെയിംസ്, അധ്യാപകരായ ബിൻസി സെബാസ്റ്റ്യൻ, സിസ്റ്റർ ലിജി, ലീജ മാത്യു, മാഗി ആൻഡ്രൂസ്, സിസ്റ്റർ ജസ്മരിയ, ലിജോ ആനത്തോട്ടം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. തിരുവാതിരകളിയിലും വഞ്ചിപ്പാട്ടിലും ചവിട്ടുനാടകത്തിലും നിറഞ്ഞ പങ്കാളിത്തം. കാഞ്ഞിരപ്പള്ളി AKJM ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ. പാമ്പാടിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള ഹോട്ടലിൽ തീപിടുത്തം. പ്രദേശത്ത് നിരവധി കടകളും വീടുകളും. സമയോചിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി. ശബരിമല തീർത്ഥാടകരെ വരവേൽക്കാൻ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി. വിശ്വമോഹനം തീർത്ഥാടന കാലത്തിന് തുടക്കം. നാടാകെ ചാച്ചാജിയുടെ ഓർമ്മയിൽ വർണ്ണാഭമായി ശിശുദിന റാലി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.